ഡോക്ടർ കവിത. മ്യൂസിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ വഴി കുറച്ച് സംഗീതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും എൻ്റേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് സംഗീതത്തെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സപ്തസ്വരങ്ങൾ എന്നുള്ള ഭാഗത്തെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സപ്തസ്വരങ്ങളാണ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്നല്ലേ. ഈ സപ്തസ്വരങ്ങൾ 7 സ്വരങ്ങളാണ്. സപ്തം എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ ഈ സ്വരങ്ങളിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 12 സ്വരസ്ഥാനങ്ങളിലാണ് നമ്മുടെ സംഗീതം കെട്ടിപ്പടുത്തിട്ടുള്ളതെന്ന്. എങ്ങനെയാണ് ഈ 12 സ്വരസ്ഥാനങ്ങൾ വന്നത്? സപ്തസ്വരത്തിൽ സാ പ എന്ന സ്വരങ്ങളെ അചല സ്വരങ്ങളായിട്ടാണ് പറയുന്നത്. അവയ്ക്ക് വെറൈറ്റീസ് ഇല്ല. ബാക്കി വരുന്ന 5 സ്വരങ്ങൾക്ക് ചലന സ്വരങ്ങളെന്നാണ് പേര്. അതായത് അവയ്ക്ക് ഗമകങ്ങൾ വഴിയും ആ ഫ്രീക്വൻസി വേരിയേഷൻ വഴിയും വെറൈറ്റീസ് ഉണ്ട്. അപ്പം രി ഗ മ ദ നി എന്നീ 5 സ്വരങ്ങൾക്ക് 2 വെറൈറ്റീസ് വീതം വരുമ്പോൾ അവ 10 സ്വരങ്ങളായി. പ്ലസ് നമ്മുടെ ഈ അചല സ്വരങ്ങളായിട്ടുള്ള സായും പായും കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് 12 സ്വരസ്ഥാനങ്ങൾ കിട്ടുന്നത്. എല്ലാ തരം സംഗീതാത്മകമായ ശബ്ദങ്ങളും ഈ 12 സ്വരസ്ഥാനങ്ങളിൽ അധിഷ്ഠിതമാണ്. അപ്പം ചോദിക്കും, എല്ലാ ശബ്ദങ്ങളിലും നമുക്ക് ഈ സ്വരങ്ങളെ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ഒച്ച, നാദം എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള ശബ്ദങ്ങളാണ് നമ്മൾ പ്രകൃതിയിൽ കേൾക്കുന്നത്. അപ്പൊ സംഗീതാത്മകമായ ശബ്ദങ്ങളിൽ മാത്രമേ നമുക്ക് ഈ 12 സ്വരസ്ഥാനങ്ങളെ കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ കൂടുതൽ ഡീപ്പായിട്ട് വീണ്ടും പഠിക്കുമ്പോഴാണ് അതിനകത്ത് 22 ശ്രുതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതേക്കുറിച്ച് ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പിന്നീട് ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഈ 12 സ്വരസ്ഥാനങ്ങൾ ഏതൊരു കുട്ടി, ഏതൊരാള് സംഗീതത്തിനോട് ഇഷ്ടമുള്ള ആള് നല്ല രീതിയിൽ സ്വായത്തമാക്കുന്നോ അവർക്ക് ആ സംഗീതത്തിൽ കുറച്ചുകൂടെ ബേസിക് ഉറച്ചിട്ടുണ്ടാവും. നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം ആ സ്വരങ്ങളെ പ്ലെയിൻ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഗമകങ്ങൾ അപ്ലൈ ചെയ്താലും നമുക്ക് ആ ഒരു സ്വരങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല. അത്രയ്ക്ക് തറവായിട്ട് നമുക്ക് ആ സ്വരങ്ങളെ പറ്റിയിട്ട് നോളജ് ഉണ്ടാവണം. അതാണ് ശരിക്കും ഒരു സംഗീതം അറിയുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. നമുക്ക് കൂടുതൽ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. കേൾക്കുമ്പോൾ 12 ഉള്ളൂ എന്ന് നമുക്ക് തോന്നിയാലും അവയെ സ്വായത്തമാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു തപസ്യയുടെ ഭാഗമായിട്ടാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വിമൻസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വീണ സബ്സിഡറി വിഷയമായിട്ട് കമ്പൽസറിയാണ്. അപ്പോൾ അതിൽ വീണ അടുക്കി വെച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരു ക്ലാസ് ഉണ്ട്. വളരെ ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. തടിയൊക്കെ പാകിയിട്ടുള്ള ഇപ്പോഴും ഉണ്ട്. വിമൻസ് കോളേജിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു 10-16 വീണകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാകും. ഞങ്ങൾ ഫ്രീ ടൈമിലെല്ലാം അത് പോയിരുന്ന് നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധ കൂടുതലും ഈ സ്വരങ്ങളെ എങ്ങനെ ആവാഹിച്ച് നമ്മുടേതായിട്ട് മാറ്റാം, എങ്ങനെ സ്വായത്തമാക്കാം, അതിലായിരുന്നു അന്നേ എൻ്റെ ശ്രദ്ധ. അതെനിക്ക് വളരെ വലിയ രീതിയിൽ എൻ്റെ കരിയറിൽ എനിക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതായത് സാ, രീ1, രീ2, ഗാ1, ഗാ2, മാവൺ, മാറ്റു, പാ, ധാവൺ, ധാറ്റു, നീവൺ, നീറ്റു എന്നിങ്ങനെയാണ് ആ സ്വരങ്ങൾ. ഇവയ്ക്കെല്ലാം ഓരോ പേരുകളുണ്ട്. ശുദ്ധ ഋഷഭം, ചതുശ്ര ഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, ഷഡ്ജം ആദ്യം പറഞ്ഞു, പിന്നെ പഞ്ചമം, ശുദ്ധദൈവതം, ചതുശ്രീദൈവതം, കൈശി നിഷാദം, കാകളി നിഷാദം. പക്ഷെ ഈ പേരുകൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവയെ പെട്ടെന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സാ, രീ1, രീ2, ഗാ1, ഗാ2 അങ്ങനെ ഉള്ള ഒരു രീതി. അപ്പം രാഗങ്ങൾ അതിൽ നിന്നുമാണ് നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത്. നമ്മളിപ്പം ഒരു ലെറ്റർ വെച്ചിട്ട് ഒരു കുട്ടിയെ നമ്മൾ വേർഡ് പഠിപ്പിക്കില്ലേ, അതേപോലെയാണ് നമ്മൾ സ്വരങ്ങളെ പിക്ക് ചെയ്തിട്ട് രാഗങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഈ സ്വരങ്ങളാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം. ഇവയിൽ ഗമകങ്ങൾ ആപ്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല നല്ല മനോഹരമായിട്ടുള്ള രാഗങ്ങളെ കിട്ടുന്നത്. അപ്പോൾ ഈ വീണ ഇതുപോലെയുള്ള ഇൻസ്ട്രുമെൻസിൽ നമുക്ക് ഈ സ്വരങ്ങളെ കണ്ട് വിസിബിളായിട്ട് വായിച്ച് അവയെ മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറ്റും. ഇപ്പം ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ നേരത്തെയൊക്കെ കീബോർഡ് വായിച്ച് പഠിപ്പിക്കുമായിരുന്നു.
ഇപ്പോൾ കൂടുതലായിട്ട് ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ നമ്മൾ പാടി തന്നെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് പറ്റും. അപ്പം അത് അത്രയും ബേസിക് ഉറപ്പിച്ചു കൊടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് വളരെ ഉചിതമായിട്ട് അല്ലെ പെർഫെക്ഷനിൽ കീർത്തനങ്ങളോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന പോർഷൻസ് നന്നായിട്ട് പാടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ 12 സ്വരസ്ഥാനങ്ങൾക്കുണ്ട്. അടുത്ത കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.